Hello everyone, once again welcome to A for Education. നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഡിസ്കഷൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സോ സൈക്കോളജിയിൽ നമ്മൾ ഇതുവരെ ഓൾറെഡി അറൗണ്ട് I think 4 different PYQ sessions ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് and we are doing the 5th one today. Okay, so നമ്മൾ 5 ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയാറുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി മറ്റു വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു വീഡിയോസിൻ്റെ അണ്ടറിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ വാച്ച് ഫ്രം ദർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ DSM-മായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. DSM 4, 5 ഒക്കെ എന്താണ് നമുക്കറിയാം, പരിചിതമാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓൾ ആർ ദ ചേഞ്ചസ് ഇൻ DSM-5 ആസ് കമ്പയർഡ് ടു DSM-4 എന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് DSM-4ൽ നിന്നും DSM-5നെ വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ DSM-4ൽ നിന്നും DSM-5ലേക്ക് മാറിയ സമയത്ത് 5TR-ലേക്കൊക്കെ മാറിയ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതൊക്കെയാണ് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. നോ മൾട്ടി ആക്സിയൽ സിസ്റ്റം എന്നുള്ളതാണ് ഓപ്ഷൻ എ. അതായത് മൾട്ടി ആക്സിയൽ സിസ്റ്റംസ് DSM-5ൽ ഇല്ലാതാക്കി എന്നുള്ളതാണ്. രണ്ടാമത്തത് സബ് ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ എക്സ്ക്ലൂഡഡ് എന്നുള്ളതാണ്. സ്കീസോഫ്രീനിയയുടെ സബ് ടൈപ്പുകളെ DSM-4ൽ നിന്ന് 5ലേക്ക് എത്തുമ്പോൾ മാറ്റി കളഞ്ഞു അല്ലെങ്കിൽ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തത് ഓപ്ഷൻ സി, ബെറീവ്മെൻറ്റ് എക്സ്ക്ലൂഷൻ ആണ്. ബെറീവ്മെൻറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഓപ്ഷൻ ഡി, റിമൂവ്ഡ് ഡിപ്രഷൻ എന്നുള്ളതാണ്. ഡിപ്രഷനെ ആ ഒരു DSM-5ൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചോയ്സുകളിൽ ഏതായിരിക്കും കൃത്യമായ ഉത്തരം? ആൻസർ ഓപ്ഷൻ എ ആണെങ്കിൽ എ ആൻഡ് ഡി ആണ് വരിക. അതായത് എ മൾട്ടി ആക്ഷൻ ആൻഡ് ഡി റിമൂവ്ഡ് ഡിപ്രഷൻ. ബി ആണെങ്കിൽ എ, ബി ആൻഡ് ഡി ആണ്. സി ആണെങ്കിൽ എ, ബി ആൻഡ് സി ആണ്. ഡി ആണെങ്കിൽ ഓപ്ഷൻ എ ഓൺലി ആണ്. ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരിക? പറയൂ. നിങ്ങൾക്ക് ആൻസർ കോമെൻറ്റ് ചെയ്യാം കേട്ടോ. സോ കമൻറ്റ് ബോക്സിൽ പറയാം. എനിവേ ഞാൻ ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി എന്താണ്? എ, ബി ആൻഡ് സി ഓൺലി എന്നുള്ളത്. ഓക്കെ, അതായത് എ, ബി ആൻഡ് സി ഓൺലി എന്നുള്ളത്. നമുക്ക് എന്തുകൊണ്ടാണ് അത് പറയുന്നത് നോക്കാം. DSM-5ൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ആക്സിയൽ സിസ്റ്റത്തിനെ എക്സ്ക്ലൂഡ് ചെയ്തു. അതായത് ആക്സിസ് 1, ആക്സിസ് 2, ആക്സിസ് 3, ആക്സിസ് 4 അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്സിസുകൾ DSM-4ൽ ഉണ്ടായിരുന്നു. പക്ഷേ 5ലേക്ക് എത്തിയപ്പോഴോ ആ DSM ആക്സിസുകളെ റിമൂവ് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ റീകൺസെപ്ച്വലൈസേഷൻ ഓഫ് ആസ്പെർജർ സിൻഡ്രം ഫ്രം എ ഡിസ്റ്റിങ്ക്റ്റ് ഡിസോർഡർ ടു എൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിസോർഡർ ആയിരുന്ന ആസ്പെർജർ സിൻഡ്രത്തിനെ ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ ആ ഒരു സ്പെക്ട്രത്തിലേക്ക്, അംബ്രല്ല ടേമിലേക്ക് റീകൺസെപ്ച്വലൈസ് ചെയ്തു എന്നുള്ളത് DSM-5ലെ രണ്ടാമത്തെ ഒരു ചേഞ്ച് ആണ്. പിന്നെ എലിമിനേഷൻ ഓഫ് സബ് ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ. സ്കീസോഫ്രീനിയയുടെ സബ് ടൈപ്പുകളെ എലിമിനേറ്റ് ചെയ്യുക കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? DSM-5ൽ ചെയ്തിട്ടുണ്ട്. പിന്നെയോ ദ ഡിലീഷൻ ഓഫ് ദ ബെറീവ്മെൻറ്റ് എക്സ്ക്ലൂഷൻ ഫോർ ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ക്ലിനിഷ്യൻസ് അഥവാ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ബെറീവ്മെൻറ്റിനെ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഷൻ ചെയ്യണം അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ബെറീവ്മെൻറ്റ് എക്സ്ക്ലൂഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, DSM-5ൽ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ബെറീവ്മെൻറ്റ് എക്സ്ക്ലൂഷൻ എന്നുള്ളത്? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സോ ദ റീനെയിമിംഗ് ആൻഡ് റീകൺസെപ്ച്വലൈസേഷൻ ഓഫ് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ. ഓക്കെ, ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡറിനെ എന്താണ് പേര് മാറ്റി എന്നുള്ളതും എന്താണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ DSM-5ൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ ബെറീവ്മെൻറ്റ് എന്നുള്ളത്. ബെറീവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ റിയാക്ഷൻ ടു ലോസ് ഓഫ് എ ലവ്ഡ് വൺ ആണ്. നമ്മളുടെ വേണ്ടപ്പെട്ട, നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമുക്ക് അയാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു നഷ്ടപ്പെടലോടുണ്ടാവുന്ന നമ്മളുടെ ഹ്യൂമൻ റിയാക്ഷൻ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റിയാക്ഷൻ ആണ് ആക്ച്വലി ബെറീവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെറീവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾക്ക് ഒരു മേജർ ഇമോഷണൽ ക്രൈസിസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന അയാളുടെ നഷ്ടം, ആ ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ആ ഒരു വോയിഡ് ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സൈക്കോളജിക്കൽ ക്രൈസിസ് ആണ്. ഓക്കെ,
അപ്പോൾ ഇറ്റ് ക്യാൻ അഫക്റ്റ് മെനി ആസ്പെക്ട് ഓഫ് എ പേഴ്സൺസ് ലൈഫ്. നമ്മുടെ ജീവിതത്തിനെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്ത് ഈ ബെറീമെൻറ്റ് എന്നുള്ളത്. അപ്പം ഡിപ്രഷൻ, ഒരാൾ ഡിപ്രഷനുമായിട്ടൊരു ക്ലിനിഷ്യൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അപ് ടു 2 months, അതായത് ഒരു വ്യക്തിയുടെ ഒരു ഏറ്റവും അടുത്ത ഒരു ജീവിതത്തിലെ ഒരു പാർട്ട്ണർ ആവാം, ഒരു ഫ്രണ്ട് ആവാം, ഹൂവർ ദാറ്റ് ഇസ്, പാരൻ്റ് ആവാം, ഒരു വ്യക്തിയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് 2 മാസം ആയിട്ടില്ല, അല്ലെങ്കിൽ 2 മാസം ആവുന്നേ ഉള്ളൂ എന്നുള്ള അവസ്ഥയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ആ ബെറീമെൻറ്റ് എന്ന് പറയുന്ന റീസൺ വെച്ച് നമുക്ക് ഡിപ്രഷനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ബെറീമെൻറ്റ് എക്സ്ക്ലൂഷൻ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഒന്നുകൂടെ. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ DSM-4 that prevents clinicians from diagnosing major depression in people within the first 2 months of a loved one's death. Okay, അതായത് ബെറീമെൻറ്റ് എക്സ്ക്ലൂഷൻ എന്നുള്ളത് DSM-4 ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിലേക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. DSM-4 സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ക്ലിനിഷ്യൻസിനോട് എന്ത് പറയാണ്, മേജർ ഡിപ്രഷൻ ആളുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല. ഏത് സാഹചര്യത്തിൽ? വിതിൻ ദ ഫസ്റ്റ് 2 months ഓഫ് എ ലവ്ഡ് വൺസ് ഡെത്ത്. അതായത് ഒരു ലവ്ഡ് വണ്ണ് മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 2 മാസത്തിൽ മേജർ ഡിപ്രഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ആ ഒരു ബെറീമെൻറ്റ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ DSM-4 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിസ് എക്സ്ക്ലൂഷൻ റൂൾസ് ഔട്ട് സാഡ്നെസ് ആസ് എ സിംറ്റം ഓഫ് മേജർ ഡിപ്രഷൻ അൺലെസ് ഇറ്റ് ലാസ്റ്റസ് ലോങ്ങർ ദാൻ 2 months. 2 മാസത്തിൽ കൂടുതൽ നിലനിൽക്കുന്നില്ല എന്നാണെങ്കിൽ സാഡ്നെസ്സിനെ ഡിപ്രഷൻ്റെ ഒരു സിംറ്റമായി കാണേണ്ടതില്ല എന്നൊരു പരോക്ഷമായ അർത്ഥം എന്ത് ചെയ്തിരുന്നു, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പയർസ് ഫംഗ്ഷൻ ഓർ ഇസ് അക്കമ്പനീഡ് ബൈ സൂയിസൈഡൽ ഐഡിയേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ബെറീമെൻറ്റ് എക്സ്ക്ലൂഷൻ എന്ത് ചെയ്തു, DSM-5 നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്ന ഒരു ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, ദ ഡിലീഷൻ ഓഫ് ദ ബെറീമെൻറ്റ് എക്സ്ക്ലൂഷൻ. ആ ബെറീമെൻറ്റ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന DSM-4 ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ DSM-5 നിന്ന് എടുത്തു മാറ്റി. അപ്പം ആസ് പെർ DSM-5 ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് മേജർ ഡിപ്രഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിംഗുലേറ്റ് കോർട്ടെക്സ് ഏത് സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ലിംബിക് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഹെമിസ്ഫെറിക് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം ദ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ അല്ലേ. അതായത് സിംഗുലേറ്റ് കോർട്ടെക്സ് എന്തിൻ്റെ ഭാഗമാണ്? ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലിംബിക് സിസ്റ്റം അല്ലേ. ലിംബിക് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതായത് ലൈസ് അബോവ് ദ കോർപ്പസ് കലോസം. കോർപ്പസ് കലോസത്തിൻ്റെ മേലെയായിട്ട് ഉള്ള ബ്രെയിനിലെ ഒരു റീജിയൻ ആണ് സിംഗുലേറ്റ് കോർട്ടെക്സ് എന്നുള്ളത്. ആൻഡ് ഇൻ ദ മീഡിയൽ ആസ്പെക്ട് ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിന്റെ സെൻറ്ററിലും കോർപ്പസ് കലോസത്തിന്റെ മേലെയുമായിട്ടുള്ള ഒരു റീജിയൻ, ബ്രെയിൻ റീജിയൻ ആണ് എന്താ, സിംഗുലേറ്റ് കോർട്ടെക്സ് എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ ലിംബിക് സിസ്റ്റം. ലിംബിക് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ആൻഡ് ഈ സിംഗുലേറ്റ് കോർട്ടെക്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക, വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സിംഗുലേറ്റ് കോർട്ടെക്സ് ആണ്, അങ്ങനെ പറയാം. ഓക്കെ, പെയിനിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. കോഗ്നിറ്റീവ് കൺട്രോൾ, നമ്മൾ തോട്ട്സിനെയും സംഭവങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രെയിൻ റീജിയൻ ആണ് എന്ത്, സിംഗുലേറ്റ് കോർട്ടെക്സ് എന്നുള്ളത്. സോ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്താണ്, കോർപ്പസ് കലോസത്തിൻ്റെ മേലെയുള്ള സെറിബ്രൽ കോർട്ടെക്സിൻ്റെ മീഡിയൽ പാർട്ടിലുള്ള ഒരു ബ്രെയിൻ റീജിയൻ ആണ്. എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും, കോഗ്നിറ്റീവ് ആയിട്ടുള്ള കൺട്രോളിന്, ഡിസിഷൻ മേക്കിങ്ങിന്, ഇമോഷണൽ റെഗുലേഷന്, പെയിൻ പ്രോസസ്സിങ്ങിന്, ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സിംഗുലേറ്റ് കോർട്ടെക്സ് എന്നുള്ളത്. അപ്പോൾ ലിംബിക് സിസ്റ്റം നോക്കൂ. ലിംബിക് സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത് നോക്കൂ. സിംഗുലേറ്റ് ഗൈറസ് ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, അമിഗ്ഡലയുണ്ട്, ഹിപ്പോക്യാമ്പസ് ഉണ്ട്. ഓക്കെ, അമിഗ്ഡാലയും ഇമോഷൻസ് ഒക്കെ നമ്മൾ പലതവണ പഠിച്ചാണ്. ഹിപ്പോക്യാമ്പസും നമ്മളുടെ ലോങ് ടൈം മെമ്മറി കൺസോൾട്ടേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ എനിവേ ദിസ് ഈസ് എക്സാക്ട്ലി ഹൗ ദ ലിംബിക് സിസ്റ്റം ഈസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി ആഡ് ചെയ്തെന്നുള്ളൂ. ഇനി ഇതിൽ വരുന്നതാണ് ഈ ഓപ്ഷൻസിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചൊന്ന് പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 ഫംഗ്ഷൻസ് ആണുള്ളത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ. അതിൽ ഒന്നാമത്തതാണ് കൺവേഴ്സ് മോട്ടോർ കമാൻഡ്സ് എന്നുള്ളത്. ഓക്കെ, നമ്മളുടെ ബോഡിയിലുള്ള മസിൽസിലേക്ക് മോട്ടോർ കമാൻഡ്സ്, അങ്ങനെ മൂവി ഇങ്ങനെ മൂവി എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ആ ഒരു കമാൻഡ്സ് കൺവേ ചെയ്യുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺസ് ആണ് കേട്ടോ. ഇനി ക്യാരി സെൻസറി ഇൻഫർമേഷൻ. സെൻസറി ഇൻഫർമേഷൻ നമ്മുടെ ബോഡിയെ കുറിച്ചും നമ്മുടെ ബോഡിയിലെ എക്സ്റ്റേണൽ വേൾഡിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു സെൻസറി ഇൻഫർമേഷൻ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും അയക്കുന്നത് ആരാണ്, പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. എക്സെപ്റ്റ് വിഷ്വൽ, അതായത് വിഷ്വൽ സെൻസേഷനിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസ് PNS അല്ല എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യാരി ചെയ്യുക. ബാക്കി എല്ലാ സെൻസറി ഇൻഫർമേഷനും എന്ത് ചെയ്യും, ഈ ഒരു PNS ക്യാരി ചെയ്യുമെന്നുള്ളതാണ് ബ്രെയിനിലേക്ക് കേട്ടോ, അതുപോലെ തന്നെ സ്പൈനൽ കോഡിലേക്കും.
ഇനി മൂന്നാമത്തതാണ് കണക്ട് ദ CNS ടു ലിംസ് ആൻഡ് ദ ഓർഗൻസ് എന്നുള്ളത്. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ലിംബുകളുമായിട്ടും മറ്റ് അസോസിയേറ്റഡ് ഓർഗൻസുമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ആർക്കാണ്? ദ പെരിഫറൽ നെർവ് സിസ്റ്റത്തിലെ ന്യൂറോൺസിലാണ്. ഓക്കെ, സോ ഇറ്റ് ആക്ട്സ് ആസ് എ റിലേ സെന്റർ ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. ബ്രെയിനും സ്പൈനൽ കോഡാണ് CNS നമുക്കറിയാം. അപ്പോൾ അതും ബാക്കി ബോഡി പാർട്ടുമായിട്ടുള്ള ഇടയിലുള്ള ഒരു റിലേ സെന്റർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? PNS വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. സിംഗുലേറ്റ് ഗൈറസ് ഡെഫിനറ്റ്ലി എ പാർട്ട് ഓഫ് our limbic system. Which among the below are the symptoms of nocturnal myoclonus എന്നുള്ളതാണ്. Nocturnal myoclonusന്റെ symptoms ഇതിൽ ഏതൊക്കെയാണ്? Involuntary muscle contraction, jerks on legs, drowsiness, insomnia. Involuntary ആയിട്ട് മസിൽസ് കോൺട്രാക്റ്റഡ് ആവുക, സ്റ്റിഫ് ആവുക, ഓക്കെ, jerks on legs, ലെഗ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജേർക്ക് ആവുക, ഡ്രോസിനെസ് ഭയങ്കര തല ചുറ്റുന്ന പോലെ ഡ്രോസി ആയിട്ട് ഫീൽ ചെയ്യുക, സ്ലീപ്പി ആയിട്ട് ഫീൽ ചെയ്യുക, ഇൻസോംനിയ ഉറക്കമില്ലാതാവുക. ഓക്കെ, നോക്കൂ ഏതൊക്കെയായിരിക്കും ചോയ്സ്? ABCD ഏതൊക്കെയാണ് വരുന്നത്? നോക്കൂ, വായിച്ചു നോക്കൂ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം ആൻസേഴ്സ്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ് കേട്ടോ. A ആൻഡ് B ഓൺലി, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി രണ്ടും നൊക്ടൂണൽ മയോക്ലോണസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല. ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷനും ജേർക്സ് ഓൺ ലെഗ്സുമാണ് നൊക്ടോണൽ മയോക്ലോണസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് സിംറ്റംസ് എന്ന് പറയുന്നത്. ഇൻസോംനിയ അല്ല, ഡ്രോസിനെസ് അല്ല. അപ്പോൾ എന്താണ് നൊക്ടോണൽ മയോക്ലോണസ് എന്ന് പറയാം? ആദ്യം ഇതൊരു സ്ലീപ്പ് മയോക്ലോണസ് എന്ന് കൂടെ പറയും. ഒരു സ്ലീപ്പ് ഡിസോർഡർ ആണ്. സഡൻ ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷൻസ് ഓർ ജേർക്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് സ്ലീപ്പ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഞെട്ടാം. ഓക്കെ, നിങ്ങൾക്ക് ചില സമയത്ത് കാലൊക്കെ പെട്ടെന്നൊരു ജെർക്ക് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ മസിൽസ് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയ്ക്ക് ആവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുക. അതാണ് ഫീൽ ചെയ്യല്ല, ഷെയ്ക്ക് ആവുക. അതാണ് ആക്ച്വലി നൊക്ടോണൽ മയോക്ലോണസ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതൊരു സ്ലീപ്പ് ഡിസോർഡർ ആണ്. ഇത് ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, സോ ക്യാരക്ടറൈസ്ഡ് ബൈ സഡൻ ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ഇൻവോളണ്ടറിലി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, ആ മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവുകയാണ്, ലെഗ്സിലൊക്കെ ജേർക്സ് ഉണ്ടാവുകയാണ് സഡൻ ആയിട്ട്. അതാണ് നൊക്ടൂണൽ മയോക്ലോണസ്. ഓക്കെ, ഈ മൂമെൻറ്റ്സ് ഏത് മസിൽ ഗ്രൂപ്പിനെയും എന്ത് ചെയ്യും, ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാലോ കയ്യോ ലൈക്ക് എവിടെയൊക്കെ മസിലുണ്ടോ അവിടെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലെഗ്സിലും ഫീറ്റിലുമാണ്. കാലിലും കാലിൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ മസിൽസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നൊക്ടോണൽ മയോക്ലോണസ് എന്ത് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യുന്നത്. ഇതൊരു കോമൺ കണ്ടീഷനാണ്. ഏത് ഏജിലുള്ള ആൾക്കാരെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓൾഡർ ആയിട്ടുള്ള ആളുകളാണ് ഇത് പ്രീവാലൻസി കൂടുതൽ, അതായത് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഓൾഡർ അഡൾട്ട്സിനാണ്. പക്ഷെ ആർക്കും വരാം, ഏത് ഏജിലും വരാം കേട്ടോ. ദീസ് മൂവ്മെന്റ്സ് ആർ ഓഫൻ ബ്രീഫ് ആൻഡ് മേ ബി അക്കമ്പനിഡ് ബൈ എ സെൻസേഷൻ ഓഫ് ഫാളിംഗ് വിച്ച് ക്യാൻ സംടൈംസ് റിസൾട്ട് ഇൻ എ സഡൻ അവേക്കനിങ്. ഉറക്കത്ത് അല്ലെങ്കിൽ പണ്ട് സ്വപ്നത്ത് കൊക്കയിൽ വീഴാൻ പോയി കണ്ടിട്ടുള്ള, നിലത്ത് വീഴുന്ന ആലോചിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ സ്വപ്നത്തെ കണ്ടിട്ട് എഴുന്നേറ്റ് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പം നൊക്ടോണൽ മയോക്ലോണസ് ഉണ്ട് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. സോ എന്തായാലും ഒരു ഫീലിംഗ് ഉണ്ട്. ഓക്കെ, ഇത് അസോസിയേറ്റ് ഒരു സെൻസേഷനും ഉണ്ട്. അതായത് നമ്മൾ വീഴാൻ പോവുകയാണ്, കട്ടിൽ നിന്ന് ബെഡിൽ നിന്ന് താഴോട്ട് വീഴാൻ പോവുകയാണെന്നുള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ഈ നൊക്ടോണൽ മയോക്ലോണസിന് പറ്റും. ബിക്കോസ് ഇറ്റ് ഇസ് റിയലി ബ്രീഫ്, ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല, ബ്രീഫ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആയിരിക്കും. And these movements can be mild and infrequent or they can be frequent and disruptive to sleep. ചില സമയത്ത് ഇത് ചില ആളുകളിൽ ഭയങ്കര കൂടുതലായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ വല്ലപ്പോഴും ഒരു മാസത്തിൽ 1-2 തവണ വന്നാലും ആയി. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇറ്റ് ക്യാൻ ബി മൈൽഡ് ആൻഡ് ഇൻഫ്രീക്വൻറ്റ്, ദ സെയിം ടൈം ക്യാൻ ബി ഫ്രീക്വൻറ്റ് ആൻഡ് മൈൽഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അത് തന്നെ. ഓക്കെ, സിവിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. അതിൽ ഫോർത്ത് വണ്ണാണ് which among the below are opposite to halo effect. ഹാലോ എഫക്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആദ്യം ഹാലോ എഫക്റ്റ് എന്താണെന്ന് അറിയണം അല്ലേ. ഓക്കെ, പിഗ്മാലിയൻ എഫക്റ്റ്, ഗോളം എഫക്റ്റ്, ഫൈവ് ഫിനോമിനൻ, ഫസ്റ്റ് ഇംപ്രഷൻ ഹൈപ്പോത്തസിസ്. ഇതിൽ നമ്മളുടെ ഹാലോ എഫക്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. A ഓൺലി, B ആൻഡ് C ഓൺലി, C ആൻഡ് D ഓൺലി, B ഓൺലി. ഓക്കെ, എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഹാലോ എഫക്റ്റിൻ്റെ. ഹാലോ എഫക്റ്റ് എന്താ പറയുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി പറയാം. അതായത് ഒരാളുടെ ഒരു സിംഗിൾ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ അയാളെ മൊത്തത്തിൽ ജഡ്ജ് ചെയ്യുമ്പോൾ, ഇന്റർപേഴ്സണൽ റിലേഷനൊക്കെ പറയുന്ന സമയത്ത് സോഷ്യൽ സൈക്കോളജി നമ്മൾ ഹാലോ എഫക്റ്റിന് അങ്ങനെയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരാളെ ഫസ്റ്റ് കാണുമ്പോൾ അയാൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ വിചാരിക്കുക, കൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ് വിചാരിക്കുകയാണ്, ഇയാൾ ജീവിതത്തിൽ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ജനറലൈസ് ചെയ്യാണ്. അതാണ് ഹാലോ എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തായിരിക്കും വരിക ഇവിടെ? അതൊരു പോസിറ്റീവ് നെഗറ്റീവ് തിങ്സ് ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓപ്ഷൻ ബി ആണ്, ഗോളം എഫക്റ്റ് ആണ് വരിക. ഓക്കെ, പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്മാലിയൻ എഫക്റ്റും ഗോളം എഫക്റ്റും ചില സമയത്ത് സിമിലർ കൺസെപ്റ്റുകളാണ് തോന്നുന്നു. ഓൾമോസ്റ്റ് സിമിലർ ആണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് സിമിലർ കൺസെപ്റ്റുകൾ തന്നെയാണ്. പക്ഷേ പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രേറ്റർ ദ എക്സ്പെക്ടേഷൻ പ്ലേസ്ഡ് അപ്പോൺ പീപ്പിൾ ദ ബെറ്റർ ദേ പെർഫോം എന്നാണ് പറയുന്നത്. പിഗ്മാലിയൻ എഫക്റ്റ് പറയുന്നത് എൻ്റെ മേലിലെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എത്രത്തോളം എക്സ്പെക്ടേഷൻ ഉണ്ടോ, അവർക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടോ അത്രത്തോളം ആ പ്രതീക്ഷയുടെ അളവിനനുസരിച്ച് എൻ്റെ പെർഫോമൻസ് ജീവിതത്തിൽ കൂടുമെന്നാണ് പിഗ്മാലിയൻ എഫക്റ്റ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഗോളം എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ lower expectations placed upon individual either by supervisors or the individuals themselves lead to poorer performance by the individual എന്നുള്ളതാണ്. അതായത് എൻ്റെ ഹെഡ് എന്ത് ചെയ്യുന്നില്ല, എന്നെക്കുറിച്ച് എൻ്റെ ഹെഡിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്, ഒക്കെ ചെയ്താൽ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഒരു ലോവർ എക്സ്പെക്ടേഷൻ ആണെങ്കിൽ എൻ്റെ പെർഫോമൻസ് കുറയുമെന്ന് പറയുന്നതാണ് ഗോളം എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്, പിഗ്മാലിയനും ഗോളമും ഡിഫറെൻ്റ് ആണ്. ഇനി എങ്ങനെയാണിത് ഈ ലൈക്ക് ഹാലോ എഫക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. It's the opposite of the better known halo effect, wherein individuals' positive qualities influence others' perception of their overall abilities. എൻ്റെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസിനെ എന്താണ്, എൻ്റെ ഓവറോൾ അബിലിറ്റീസിൻ്റെ ഒരു ഇതായിട്ടാണ് വരുന്നത്, ലൈക്ക് എന്താണ്, ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് ഹാലോ എഫക്റ്റിൽ വരുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഗോളം എഫക്റ്റിൽ എൻ്റെ നെഗറ്റീവ് സൈഡ്സ് ആണല്ലോ സ്വാഭാവികമായിട്ടും എന്നെക്കുറിച്ച് ലോ ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സൂപ്പർവൈസർ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് തന്നെ എനിക്ക് ചിന്തിക്കാനുള്ള ഒരു ഇത് ലീഡിങ്ങിലേക്ക് പോകുന്നത്. സോ പെർസീവ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ് സൈഡ്സ് ആണ്. അപ്പോൾ അതെന്താണ്, എൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസിലേക്ക് എന്ത് ചെയ്യാണ്, വരികയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ക്വൈറ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ദീസ് കേസ് ഓഫ് ദ ഗോളം എഫക്ട് നെഗറ്റീവ് എക്സ്പെക്ടേഷൻ ക്യാൻ ലീഡ് ടു റെഡ്യൂസ്ഡ് പെർഫോമൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദാറ്റ്സ് ആൻസർ ഫോർ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇനി ഫിഫ്ത്ത് വൺ, വെൻ എ പേഴ്സൺ ഫോഴ്സ്ഫുള്ളി ത്രെറ്റൻസ് അതർ പീപ്പിൾ അല്ല അതർ പേഴ്സൺ ഹി ഈസ് യൂസിങ് മസിൽ പവർ, കോയസീവ് പവർ, നാച്ചുറൽ പവർ, ലെജിറ്റിമേറ്റ് പവർ. ഓക്കെ, മറ്റൊരാൾ മനഃപൂർവ്വം ഫോഴ്സ്ഫുള്ളി ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ത്രട്ടൻ ചെയ്യുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അയാൾ എന്താണ് യൂസ് ചെയ്യുന്നത്, എന്ത് പവറാണ് യൂസ് ചെയ്യുന്നത്? മസിൽ പവർ, കോയസീവ് പവർ, നാച്ചുറൽ പവർ, ലെജിറ്റിമേറ്റ് പവർ. നമുക്ക് നാട്ടിലത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ട് പൊളിറ്റിക്കൽ പവർ എന്നൊക്കെ പറയാം, പക്ഷേ അത് തൽക്കാലം നമുക്കില്ല. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കോയസീവ് പവർ ആണ്. കോയസീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബിലിറ്റി ടു പണിഷ് ഓർ ത്രട്ടൻ അതേഴ്സ്. നമ്മളുടെ ഒരു പെർസീവ്ഡ് അബിലിറ്റിയാണ്, നമുക്ക് എന്താണ് ബാക്കിയുള്ള ആൾക്കാരെ ത്രട്ടൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇറ്റ് ഇൻവോൾവ്സ് യൂസ് ഓഫ് ഫിയർ, ഇൻറ്റിമിഡേഷൻ ഓർ ഫോഴ്സ് ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ആൻഡ് അച്ചീവ് ഡിസൈഡ് ഔട്ട്കംസ്. മറ്റുള്ള ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട്, ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പവറാണ് എന്ത്, കോയസീവ് പവർ എന്നുള്ളത്. ഓക്കെ, പീപ്പിൾ ഹു പോസസ് കോയസീവ് പവർ മേ യൂസ് ത്രെറ്റ്സ് ഓഫ് ഫിസിക്കൽ ഹാം, അതായത് കൊല്ലുമെന്നോ അടിച്ച് കൈയും കാലും ഒടിക്കുമെന്നോ അങ്ങനെയൊക്കെ ഒരു ഫിസിക്കൽ ഹാമിൻ്റെ ത്രെട്ടുകൾ ഉപയോഗിക്കും. ഫിനാൻഷ്യൽ കോൺസിക്വൻസസ്, ഇതിൻ്റെ പൈസ മൊത്തം ഞാൻ എടുക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മറ്റുള്ള ആളെ നിന്ന് കുറേ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, നിന്നെ കൊല്ലും, നിന്റെ കയ്യിലുള്ള പൈസ മൊത്തം എടുത്തോ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, ഡെഫിനറ്റ്ലി കോയസീവ് പവറാണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ദേ ഹാവ് യൂസ് ഫിസിക്കൽ ഹാം. ഓക്കെ, സോ ഫിനാൻഷ്യൽ കോൺസിക്വൻസസ്, അതർ നെഗറ്റീവ് കോൺസിക്വൻസസ്, ഗെറ്റ് ടു അതേഴ്സ് കംപ്ലൈ വിത്ത് ദെയർ ഡിമാൻഡ്സ്. അവർ പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഈ രീതിയിൽ എന്ത് ചെയ്യാണ്, ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അതാണ് കോയസീവ് പവർ. ഓക്കെ, ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷനിൽ ഇത് ഉണ്ടാവാറുണ്ട്. മാനേജേഴ്സ് സബോർഡിനേറ്റ്സിനെ സ്കോൾഡ് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. എനിവേ, ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 5 ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. എന്തായാലും ഈ ഏരിയാസ് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ പഠിച്ചു എന്നുള്ള ഉറപ്പ് വരുത്താം. ഓക്കെ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.